സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിന് പിന്നാലെ പുതിയ നിരക്കുകൾ പുറത്തുവിട്ട് ഭക്ഷ്യവകുപ്പ്. 13 ഇനം സാധനങ്ങളിൽ മുളകിനാണ് ഏറ്റവും വില കൂടുന്നത്. കടലയ്ക്കും വൻപയറിനും തുവരപ്പരിപ്പിനും 50% വില കൂട്ടി. അതേസമയം മല്ലിയുടെ വില മുൻപുള്ളതിനേക്കാൾ 50 പൈസ കുറഞ്ഞു. ഓരോ സാധനങ്ങളുടെയും സബ്സിഡി കുറച്ചാണ് ഭക്ഷ്യവകുപ്പ് പുതിയ വിലവിവര പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. മന്ത്രിസഭ അംഗീകരിച്ച ഈ പുതിയ നിരക്കനുസരിച്ചായിരിക്കും ഇനി മുതൽ മാവേലി സ്റ്റോറുകളിൽ നിന്ന് സബ്സിഡി സാധനങ്ങൾ വാങ്ങാനാകുക. പുതിയ നിരക്കനുസരിച്ച് 13 ഇനം സാധനങ്ങളിൽ ഏറ്റവും വില കൂടിയത് മുളകിനാണ്. 37 രൂപ 50 പൈസയ്ക്ക് ലഭിച്ചിരുന്ന 1 കിലോ മുളക് വാങ്ങാൻ ഇനി 82 രൂപ നൽകേണ്ടി വരും. 44 രൂപ 50 പൈസ വർദ്ധിച്ചു. 65 രൂപയായിരുന്ന തുവരപ്പരിപ്പിന് 46 രൂപ വർദ്ധിച്ച് 111 രൂപയായി. വൻപയറിനാകട്ടെ 30 രൂപയാണ് കൂടിയത്. വില കാര്യമായി കൂടിയ മറ്റൊരിനം ഉഴുന്നാണ്. 66 രൂപയായിരുന്ന ഉഴുന്ന് 29 രൂപ കൂടി 95 രൂപയായി. കടല കിലോയ്ക്ക് 26 രൂപയും ചെറുപയറിന് 18 രൂപയും പഞ്ചസാരയ്ക്ക് 5 രൂപയും വെളിച്ചെണ്ണയ്ക്ക് 9 രൂപയുമാണ് കൂട്ടിയത്. കുറുവാമട്ട അരികൾക്ക് 5 രൂപയും ജയ അരിക്ക് 4 രൂപയും കൂട്ടിയിട്ടുണ്ട്. 25 രൂപയ്ക്ക് കിട്ടിയിരുന്ന അരി ഇനങ്ങൾ വാങ്ങാൻ ഇനി 30 രൂപ വരെ നൽകണം. പച്ചരിക്ക് 3 രൂപ കൂടിയപ്പോൾ മല്ലിക്ക് 50 പൈസ കുറഞ്ഞു. നിലവിൽ പയറും ഉഴുന്നും മാത്രമാണ് മാവേലി സ്റ്റോറുകളിൽ സ്റ്റോക്കുള്ളത്. ഇനി പുതിയ സ്റ്റോക്ക് വന്നതിന് ശേഷം മാത്രമാകും വില വർധന പ്രാബല്യത്തിലാവുക. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.